ചരിത്രത്തെ പിടിച്ചുലച്ച മുത്തങ്ങ സമരത്തിലെ കേസുകളിൽ ഗീതാനന്ദനെ 5 വർഷം തടവിന് വിധിച്ച് കോടതി. വിനോദ് കുമാർ വധക്കേസിൽ കുറ്റവിമുക്തനായെങ്കിലും അബ്ദുൽ സലാം വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെടുകയായിരുന്നു. വിനോദ് കുമാർ കൊലപാതകത്തിൽ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. വിധിയിൽ നിരാശയെന്നും മരവിച്ച മനസ്സുമായാണ് വിധി പ്രസ്താവം കേട്ടതെന്നും വിനോദ് കുമാറിന്റെ കുടുംബം പ്രതികരിച്ചു. കേസിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ജാമ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഗീതാനന്ദൻ പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ വിധിയാണെന്നും നീതി ലഭിച്ചില്ല എന്നും CK ജാനുവും പ്രതികരിച്ചു. ഒരു വിശദ റിപ്പോർട്ടിലേക്ക്. 23 വർഷത്തെ വിചാരണയ്ക്കൊടുവിലാണ് മുത്തങ്ങ കേസിൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. കണ്ണൂർ സ്വദേശിയും പോലീസ് കോൺസ്റ്റബിളുമായിരുന്ന വിനോദ് കുമാറിന്റെ കൊലപാതകത്തിൽ അശോകൻ ഒഴികെ മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. അശോകനെ വെട്ടേറ്റാണ് വിനോദ് കുമാർ മരിച്ചതെന്നും മറ്റുള്ളവർക്ക് കൃത്യത്തിലുള്ള പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടി. വിനോദ് കുമാറിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ ധനസഹായം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഗീതാനന്ദൻ ഉൾപ്പെടെ 57 പേരാണ് പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. വർഷങ്ങൾ കാത്തിരുന്ന വിധിയിൽ നിരാശരെന്ന് വിനോദിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് സഹോദരനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ KV ബാബു പറഞ്ഞു. എന്നെയും അലട്ടുന്നൊരു പ്രശ്നം അതാണ്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഈ വൃദ്ധയായിട്ടുള്ള മാതാവ് അവർ ഇതിൻ്റെ വിധിയും കാത്തിരിക്കുകയാണ്. പലപ്പോഴും എന്നോട് അവരും ചോദിക്കും, അമ്മയും ചോദിക്കും, എന്തായി കേസിൻ്റെ സ്ഥിതി, എന്തായി, അവരെ ശിക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരോട് എന്ത് പറയുമെന്നുള്ളതാണ് ഇപ്പം എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളത്. അതേസമയം സമരത്തിനിടെ അബ്ദുൽ സലാം എന്ന ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർ പ്രതികളാണെന്ന് കോടതി കണ്ടെത്തി. ഈ കേസിൽ ഗീതാനന്ദനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു. കേസിൽ 4 പ്രതികൾക്കും കോടതി 5 വർഷത്തെ കഠിന തടവ് വിധിച്ചിട്ടുണ്ട്. സാമൂഹിക സാഹചര്യം പരിഗണിച്ച ശിക്ഷ ഒഴിവാക്കണമെന്ന് ഗീതാനന്ദൻ ഉൾപ്പെടെ പ്രതികൾ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി ആവശ്യം തള്ളി. ദൃക്സാക്ഷി എന്ന് പറയപ്പെടുന്ന ഒരു പോലീസുകാരന്റെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിധിയാണെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും ഗീതാനന്ദൻ അറിയിച്ചു. ജനാധിപത്യ വിരുദ്ധമായ വിധിയെന്ന് വിമർശിച്ച CK ജാനു ജോഗിക്ക് നീതി ലഭിച്ചില്ലെന്നും ആദിവാസികളോട് കാണിക്കുന്ന വിവേചനമാണെന്നും ചൂണ്ടിക്കാട്ടി. മുഴുവൻ ആളുകളെയും വെറുതെ വിടേണ്ട കേസാണെന്നും ആദിവാസി ഗോത്ര മഹാസഭ മുൻ നേതാവ് പറഞ്ഞു. ശരിക്കും വിവേചനപരമായിട്ടും ഒരു ജാതി വിവേചനം അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാൻ പറ്റുന്നത്. ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു വിധിയേ അല്ല. ശരിക്കും ഈ കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. യോഗിക്ക് നീതി ലഭിച്ചില്ലെന്നും അപ്പീൽ നൽകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ TM അബ്ദുൾ റഷീദ്. തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കും. 5 വർഷം മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതായിരിക്കും. മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. വിധി പ്രസ്താവം പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന CBIയുടെ അഭിഭാഷകനും പറഞ്ഞു. ഇനി ജഡ്ജ്മെന്റ് കാണണം. അതിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചലഞ്ചബിൾ ആണ് എന്തെങ്കിലും എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യും. CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിശദമായ വിചാരണയ്ക്ക് ശേഷമാണ് കൽപ്പറ്റ കോടതി വിധി പറഞ്ഞത്. 2003 ഫെബ്രുവരി 19 കേരളത്തെ നടുക്കിയ മുത്തങ്ങ സമരവും പോലീസ് നടപടിയും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.